താത്തി താതൈ തതൈ താത്തി താതൈ തതൈ താത്തി താതൈ തതൈ കിടതക താത്തി താ കിടതക തൈ തതൈ കിടതക താത്തി താതൈ തതൈ താത്തി താതൈ തതൈ താത്തി താ. നിർത്തണ്ട ചേച്ചി, ഒരു സെക്കൻഡ്. വെളിച്ചെണ്ണ ഉണ്ടാവും കുറച്ചെടുക്കാൻ. പപ്പടം കാച്ച നോക്കിയപ്പോഴാ കണ്ടത്. ഒരു തുള്ളി പോലും ഇല്ല. ചേട്ടനും നോക്കിയില്ല, ഞാനും നോക്കിയില്ല. ഇനിയിപ്പോ കടയിൽ പോയി മേടിക്കാന്ന് വെച്ചാ ചോറടുപ്പത്താ. കുറച്ച് കഴിഞ്ഞ് തിരിച്ചു തരാം. ഇത്ര വെളിച്ചെണ്ണ ചോദിക്കാൻ ഇത്ര വലിയ വിശദീകരണം വേണോ? ബുദ്ധിമുട്ടായി അല്ലേ? ആ, കുറച്ച്. നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട് ടീച്ചർക്ക്. അടുക്കളപ്പണി നമുക്കല്ലേ? അതെ. അയ്യോ അല്ലല്ല, ഒരു ദിവസം ചേട്ടൻ വെച്ചാ ഒരു ദിവസം ഞാൻ വെക്കും, പിന്നെ ചേട്ടൻ വെച്ചാ പിന്നെ ഒരു ദിവസം ഞാൻ വെക്കും. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റാ. ഒരു കോൺട്രാക്ടർ ആയാൽ എല്ലാം അറിഞ്ഞിരിക്കണമെന്നാ എന്റെ അച്ഛൻ ചേട്ടനെ പഠിപ്പിച്ചത്. അതിപ്പോ ചേട്ടൻ എന്നെ പഠിപ്പിക്കുക. പഠിച്ചു വരുന്നു. ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? ഞായറാഴ്ച വിടറോ ക്ലാസ്? ഓ, ഞാനതങ്ങ് മറന്നുപോയി. സത്യം പറയാലോ, ഒരു കോൺട്രാക്ടർ ലൈഫ് ഉണ്ടല്ലോ, അപ്പോ അമ്മാവാ ടെറിബിൾ. പണി തുടങ്ങി കഴിഞ്ഞാ പിന്നെ ഡേറ്റും വീക്കും ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഓർഡർ. കണ്ടപ്പോഴേ മനസ്സിലായി. ബാലുവിന്റെ ചേട്ടന് ഉറക്കൊന്നുമില്ലേ? രാത്രി ഒരുപാട് നേരം ലൈറ്റ് കണ്ടുല്ലോ. ചേട്ടൻ നേരത്തെ ഉറങ്ങി, ഞാൻ പണിപ്പുരയിലായിരുന്നു. ഓ, നൈറ്റ് ഉണ്ടോ? ഈ കമ്പി മുറിക്കലും സിമെന്റ് മിക്സ് ചെയ്യലും ഒക്കെ? അയ്യേ, ആ വർക്കല്ല, സർഗസൃഷ്ടി. മനസ്സിലൊരു കവിതയുടെ തീപ്പൊരി വീണിട്ട് കുറച്ച് ദിവസമായി. അതൊന്ന് ആണി കത്തിക്കാൻ തുടങ്ങായിരുന്നു. എന്നിട്ട് കത്തിയോ? ഒരുവിധം. കാലത്ത് എണീറ്റ് വായിച്ചു നോക്കിയപ്പോ എഴുതിയ ഞാൻ പോലും കോരിത്തിരിച്ചു പോയി. തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം, അയ്യോ അരി വെന്ത് ചീഞ്ഞു കാണും. കവിത എഴുതാറുണ്ടെന്ന് പറഞ്ഞത് പാരയല്ലോ ഭഗവാനെ. ഒരു ഒന്ന് രണ്ടെണ്ണെങ്കിലും പഠിച്ചു വെച്ചില്ലെങ്കിൽ കള്ളി വെളിച്ചത്താവും. കരാള ഹൃത്തിലൊരഭിശപ്ത സ്വപ്നവും അതിലൊരു അന്ത്യവിഹ്വലതകളും. തുടക്കത്തിൽ തന്നെ അന്ത്യവിഹ്വലതകൾ വേണ്ട. ചൈത്രനിലാവിന്റെ പൊൻപീലിയാൽ. അങ്ങനെ വഴിക്ക് വരട്ടെ. ചൈത്രനിലാവിന്റെ പൊൻപീലിയാൽ മഴവില്ലിൻ നിറമേഴും ചാലിച്ച് ആത്മാനുരാഗത്തിരശീല. ഒരു കവിതയാണേട്ടാ, ഒരു വീക്കിലി നീട്ടിയതാ. അപ്പൊ ഒരു രസത്തിന്. കവിത വായിക്കുന്നത് ഇങ്ങനെയാണോ? അതിനൊരു താളവും ഒരു ഈണവും ഒക്കെ വേണ്ടേ? നിനക്കറിയോ, കോളേജ് പഠിക്കുമ്പോ ലൈറ്റ് മ്യൂസിക്കിന് ഞാനായിരുന്നു എന്നും ഫസ്റ്റ്. സത്യം? എന്നിട്ട് ചേട്ടൻ ഇപ്പൊ ഒരു മൂളിപ്പാട്ട് പോലും പാടാറില്ലല്ലോ. ജീവിക്കാനുള്ള ഓട്ടോ അല്ലേ, അതിനിടയിൽ എവിടെ പാട്ട്? പറഞ്ഞാ ചേട്ടന് വിഷമം തോന്നരുത്. ഞാൻ വിചാരിച്ചത് ചേട്ടൻ വെറും ഒരു അരസികനാണെന്നാണ്. ഈ സിമന്റും കമ്പിയും ബില്ലുകളും അതൊക്കെ നിവൃത്തികേടുകളുണ്ടല്ലേ മോനെ. എനിക്കുണ്ട് എല്ലാവർക്കും ഉള്ളതുപോലൊരു മനസ്സ്. വരയ്ക്കും ഞാൻ വരും ഞാൻ. നിന്റെ